ഇന്നൊരു റിയൽ ലൈഫ് KGF സ്റ്റോറി കേട്ടാലോ? ഫെറാറി വേഴ്സസ് ലെംബോർഗിനി. ഇത് വെറും കാറുകളുടെ കഥയല്ല, മറിച്ച് അവഗണനയെ ചവിട്ടുപടിയാക്കിയ ഒരു പയ്യന്റെ കഥ. 1916 ഇറ്റലിയിലെ ഒരു ചെറിയ കർഷക കുടുംബത്തിലായിരുന്നു ഈ പയ്യന്റെ ജന്മം. യന്ത്രങ്ങളുടെ ശബ്ദം കേട്ടാൽ ഇവന്റെ കണ്ണുകൾ തിളങ്ങുമായിരുന്നു. അവന്റെ പേര് ഫെറൂച്ചിയോ ലെംബോർഗിനി. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ തന്റെ സൈനിക ജീവിതം ഉപേക്ഷിച്ച് ഫെറൂച്ചിയോ തിരിച്ച് നാട്ടിലെത്തി. യുദ്ധത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഫെറൂച്ചിയോ ട്രാക്ടറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലെംബോർഗിനി ട്രാക്ടോറിയൽ ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ സൂപ്പർ കാറുകളോട് കമ്പമുണ്ടായിരുന്ന ഫെറൂച്ചി സമ്പന്നനായപ്പോൾ ഒരു ഫെറാറി കാർ സ്വന്തമാക്കി. പക്ഷേ തന്റെ ഫെറാറി കാർ തുടർച്ചയായി ക്ലച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്തത് ലെംബോർഗിനി നോട്ടീസ് ചെയ്തു. ഒരു മെക്കാനിക് കൂടി ആയതുകൊണ്ട് ഫെറൂച്ചി കാർ ഓപ്പൺ ചെയ്ത് പരിശോധിച്ചു. അപ്പോൾ അതിൽ ഗുണനിലവാരം കുറഞ്ഞ ട്രാക്ടറിന് യൂസ് ചെയ്യുന്ന ക്ലച്ചുകളാണ് ഫെറാറിയിൽ യൂസ് ചെയ്തിരുന്നത്. ഇത്രയും പണം കൊടുത്ത് താൻ വാങ്ങിയ ഫെറാറി കാറിൽ വെറും ട്രാക്ടറിന് യൂസ് ചെയ്യുന്ന ക്ലച്ച് ഉപയോഗിക്കുന്നത് ഒരു കുറവായി ഫെറൂച്ചിക്ക് തോന്നി. തുടർന്ന് അദ്ദേഹം ഫെറാറി കമ്പനിയുടെ ഓണറായ എൻസോ ഫെറാറിയെ പോയി കണ്ടു. വളരെയധികം ആരാധനയോടെ അദ്ദേഹം ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടി. പക്ഷെ എൻസോ ഫെറാറി ആവട്ടെ ഫെറൂച്ചിയെ വെറും ഒരു മെക്കാനിക്കായാണ് കണ്ടത്. അദ്ദേഹം ഫെറൂച്ചിയോട് പറഞ്ഞു, താൻ വെറും ഒരു മെക്കാനിക്കാണ്, താൻ തന്റെ ട്രാക്ടറുകളിലേക്ക് മടങ്ങിപ്പോകുക. ഇത് ഫെറൂച്ചിയെ വളരെയധികം നിരാശപ്പെടുത്തി. നിരാശനായി അവിടെ നിന്നും ഇറങ്ങിയ ഫെറൂച്ചി അന്ന് തീരുമാനമെടുത്തു, ഫെറാറിയെ കടത്തിവെട്ടിക്കൊണ്ട് ഒരു വാഹനം താനും ഇറക്കും. ആ ഒരു ശബ്ദമാണ് ലെംബോർഗിനി എന്ന കാറിന്റെ പിന്നിലെ രഹസ്യം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.